ബേസിലിപ്പോൾ കുഞ്ഞിരാമായണം കഴിഞ്ഞപ്പോൾ എനിക്ക് ബേസിലിനെ ഒന്ന് കണ്ട നമുക്കൊരു സംസാരിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അന്ന് സമയം കിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് ബേസിലിൻ്റെ തിരക്കിലായിപ്പോയി. ഒരു എഞ്ചിനീയർ എപ്പോഴാണ് സിനിമക്കാരനാവുന്നത്? എഞ്ചിനീയർ എനിക്ക് തോന്നുന്നു ഈ കുറച്ച് ജോലിയൊക്കെ കയറി കഴിയുമ്പോൾ കുറച്ച് ഫ്രസ്ട്രേഷനൊക്കെ വരും. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുള്ള ഫ്രസ്ട്രേഷൻ. അപ്പോൾ നമുക്ക് തോന്നും ഇതല്ല നമ്മൾ ചെയ്യേണ്ട ജോലി എന്നുള്ളൊരു തിരിച്ചറിവ് അപ്പോഴായിരിക്കും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടുകാർ പഠിപ്പിക്കാൻ വിടും, എല്ലാവരും എഞ്ചിനീയറിംഗ് തന്നെയാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലും മാറ്റി ചിന്തിക്കുന്നത് എന്തോ ഭയങ്കര തെറ്റാണ്, കുറ്റമാണത്. അപ്പോൾ ആ ഒരു ഇതൊന്ന് കഴിഞ്ഞിട്ട് പിന്നെ ജോലി ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് വരും. അപ്പോൾ ആ സമയത്ത് അതിനിരുന്നില്ലെങ്കിലും അതും വീണ്ടും എന്തോ പ്രശ്നം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരു ജോലിയൊക്കെ കിട്ടി, എല്ലാവരും ഹാപ്പിയായി. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അവിടെ നിന്ന് കമ്പനിയിൽ നിന്ന് നമുക്ക് ഓൺസൈറ്റ് അവിടെ ഇവിടെ പോയി ജോലി ചെയ്യാൻ പറയും. ഇവിടെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ചെന്നൈയിലേക്ക് ഒരു ബാങ്കിലേക്ക് ഓൺസൈറ്റ് എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ ഈ ബാങ്ക് എന്ന് പറയുമ്പോൾ ബാങ്കിൻ്റെ സൈറ്റിലാണ് നമ്മൾ വർക്ക് ചെയ്യണത്. അപ്പോൾ ഈ ബാങ്കിൻ്റെ മാനേജറാണ് എൻ്റെ തൊട്ടടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു തരത്തിൽ അനങ്ങാൻ പോലും പറ്റില്ല. രാവിലെ വരും, ഇങ്ങനെ ഇരിക്കും. ബാങ്ക് മാനേജർ വരണതിന് മുമ്പ് നമ്മൾ ഓഫീസിൽ വരണം. അതെ. അപ്പോൾ ചായ കുടിക്കണമെങ്കിൽ തന്നെ അത് പിന്നെ സാർ ചായ എന്ന് പറയുമ്പോൾ തന്നെ അപ്പോൾ ഇച്ചിരി നേരം ചായ കുടിച്ചേ കണ്ടില്ല. അങ്ങനെയൊക്കെ ഇരുന്ന് വർക്ക് ചെയ്തിട്ടേ ശരിയാവില്ല, എങ്ങനെയെങ്കിലും ഇവിടുന്ന് ചാടിയേ പറ്റും. അങ്ങനെയാണ് കുഞ്ഞിരാമായണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഇത് കൂടുതൽ ഡെസ്പറേറ്റ് ആയത് അങ്ങനത്തെ കുറേ സിറ്റുവേഷൻസ് എന്നൊക്കെയാണ്. ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് അധികം കിട്ടില്ലല്ലോ. അത് യൂസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ആ ഒരു ഇതിലാണ് പോയത്. പിന്നെ ഒരു 10 വർഷം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഏതെങ്കിലും ഒരു ഓഫീസിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടീനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അല്ല എൻ്റെ തന്നെ കുട്ടീനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓർക്കാൻ പാടില്ലല്ലോ നിൻ്റെ അച്ഛൻ ഇങ്ങനെ ഒന്നും ഇരിക്കേണ്ടവനല്ല, കുറ്റമൊന്നും തോന്നാൻ പാടില്ലല്ലോ. അന്നേരം അങ്ങനെ ചാടിയതാണ്. ഇപ്പോൾ ഷോർട്ട് ഫിലിമിലായാലും ശരി സിനിമയിലായാലും ശരി പേരിടുന്നതിൽ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ബേസിൽ ഒരു തുണ്ടുപടം എന്നുള്ള പേരിലൊരു തുണ്ടുപടം എന്നുള്ള സിനിമയിൽ പേരിലൊരു ഷോർട്ട് ഫിലിം ഇറക്കിയിരുന്നു ബേസിൽ. പിന്നീട് കുഞ്ഞിരാമായണം, ഗോദ. പേരിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ട് എപ്പോഴെങ്കിലും സിനിമയിൽ? പേരിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. കാരണം ആദ്യത്തെ ഷോർട്ട് ഫിലിമിൻ്റെ പേര് പ്രിയംവദ കാതരയാണോ? അപ്പോൾ അതെല്ലാവരും പ്രിയംവദ കാതരയാണോ, എന്താണ് സംഭവം, ഒരു ഐഡിയയും കിട്ടുന്നില്ലല്ലോ. എന്താണ് ഈ കാതര? ആ ഒരു ക്വസ്റ്റ്യൻ തന്നെ വരും. പേര് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് ക്യൂരിയോസിറ്റി വരും, എന്താണ് ഈ കാതര എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. പടത്തിൻ്റെ മൊത്തത്തിലുള്ള ഓൺലൈൻ പ്രൊമോഷനിലും കാര്യങ്ങളിലൊക്കെ അത് നന്നായിട്ട് വർക്കൗട്ടായി. പിന്നെ കഥാപരമായിട്ടും അതിന് നല്ല ബന്ധമുണ്ട്. പിന്നെ ഒരു തുണ്ടുപടം എന്ന് പറയുമ്പോൾ അത് വേറൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ചെറിയ ഷോർട്ട് ഫിലിം, ഒരു ഷോർട്ട് ഫിലിം, ഒരു തുണ്ട് പടം, അത്രേ ഉള്ളൂ. അപ്പോൾ അതും കാണുമ്പോൾ ആൾക്കാർക്ക് അജു വർഗീസിൻ്റെ തുണ്ടുപടം കൊള്ളാലോ. അതെ. അപ്പോൾ അങ്ങനെയാണ് ആൾക്കാർ അതിനെടുത്തത്. കുഞ്ഞിരാമായണത്തിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന പോലെ കുറച്ചുകൂടെ എന്താ പറയുക, കുഞ്ഞിരാമായണം ഒരു ആ സിനിമ മൊത്തത്തിലൊരു നിഷ്കളങ്കമായിട്ടുള്ളൊരു സിനിമയാണ്. ആ സിനിമ ഡിമാൻഡ് ചെയ്യുന്നതാണ്. ഒരു മുത്തശ്ശിക്കഥ പോലത്തെ ഒരു സിനിമയാണ്. ഒരിടത്ത് എന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങുന്ന പോലത്തെ ഒരു കഥയുള്ളൊരു സിനിമയാണ്. അപ്പോൾ അത് നന്നായിട്ട് ഈ പറയുന്ന പോലെ എല്ലാവരിലേക്കും ആ ഒരു നമ്മുടെ സിനിമ ഉദ്ദേശിക്കുന്ന മൂഡ്, ഒരു ഇന്നസെൻസ്, ഒരു നിഷ്കളങ്കത, അത് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാൻ കുഞ്ഞിരാമായണത്തിന് പറ്റിയെന്ന് തോന്നുന്നു. ഗോദയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ എന്താ പറയുക, അത് ഒരു പ്രോപ്പർ ആ സിനിമയ്ക്ക് ഡിമാൻഡ് ചെയ്ത് അത് തന്നെയാണ്. ഗോദ എന്ന് പറയുമ്പോൾ ഗുസ്തിയാണ് സിനിമ. എന്തുകൊണ്ടായാലും പേര് ഭയങ്കര ഇമ്പോർട്ടൻ്റ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ആൾക്കാർക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവണമല്ലോ. എവിടെ നിങ്ങളുടെ ശിഷ്യനെവിടെ? അവൻ ഗുസ്തി മതിയാക്കി. കുറച്ച് സമയം ഇനിയിപ്പോ ഗുസ്തി പഠിക്കാൻ നാട്ടിൽ ആളെ കിട്ടാഞ്ഞിട്ട് ക്യാപ്റ്റൻ അങ്ങ് ബംഗാളിന്ന് ആളെ ഇറക്കിയിരിക്കോ? ബംഗാളി നല്ല വത്സേട്ടാ, അങ്ങ് പഞ്ചാബിന്നാ എന്നൊക്കെ പറയണോ. പക്ഷെ പഞ്ചാബി പെൺകുട്ടികൾ മോനെ അവരുടെ കളറുണ്ടല്ലോ, നല്ല വെളഞ്ഞ ഗോതമ്പ് പശുവും പാലിൽ അരച്ചാൽ കിട്ടുന്ന കളറില്ലേ, ആ കളറാ. ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് രാജ്യമാണ്. വേണ്ടാത്തൊരു വാരിക്കൊരുക്കൊക്കെ വേണ്ടൊരു പുണ്ണാകും കിട്ടുന്നില്ല. ഈ പറയുമ്പോൾ നമ്മൾ പരസ്പരം സംസാരിക്കുമ്പോഴുള്ള സർക്കാസം തന്നെയാണ് സിനിമയിലെ തിരക്കഥയിൽ ഉപയോഗിക്കുന്നത്. സർക്കാസം, അതെ തീർച്ചയായിട്ടും. അതാണ് ഒരു ആൾക്കാർക്ക് നമ്മൾ കോമഡിക്ക് വേണ്ടി കോമഡി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഭയങ്കര അൺനാച്ചുറലായിട്ട് തോന്നും. ആൾക്കാർക്ക് ഒരു ചളു എന്നുള്ള രീതിയിലേക്ക് പോകും. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളെ പോലുള്ള ക്യാരക്ടേഴ്സൊക്കെ തന്നെയാണല്ലോ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ തന്നെയാണ് നമുക്ക് ഏറ്റവും റിലേറ്റ് ചെയ്യാൻ പറ്റുക. പലപ്പോഴും ഒരു പുതിയ സംവിധായകൻ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രേക്ഷകർ ഒരു സംശയത്തോടെ ആയിരിക്കും സിനിമ കാണുന്നത്. കുഞ്ഞിരാമായണം എന്നുള്ളൊരു സിനിമ ഞാൻ കണ്ടത് DVD-യിലും TV-യിലുമാണ്. TV-യിൽ വന്നപ്പോഴാണ്. അപ്പോഴാണ് ഈ സിനിമ എന്താ ഞാൻ തിയേറ്ററിൽ പോയി കാണാൻ ചെന്നത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ നമ്മുടെ ഇവിടെ? ഇപ്പോൾ കുറേ സിനിമകൾ അങ്ങനെ ഒരു ഹിറ്റായിട്ടുള്ള ടൊറന്റ് ഹിറ്റ് എന്നൊക്കെ പറയുന്ന തന്നെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്.
ചിലർക്ക് സംശയമാണ് എന്താ ചിലപ്പോൾ സ്റ്റാറൊന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ അല്ലെങ്കിൽ ഭയങ്കര സൂപ്പർ സ്റ്റാറുകളോ അല്ലെങ്കിൽ വളരെ വലിയ സ്റ്റാറുകളോ ഇല്ലെങ്കിൽ അല്ലാത്ത സിനിമകൾക്ക് എപ്പോഴും ആൾക്കാർ പോകാനൊരു മടി ഉണ്ടാവും. ഒരു കാറ്റഗറി ഓഫ് ഓഡിയൻസ് പോകും, സ്ഥിരമായിട്ട് സിനിമ കാണുന്ന ഓഡിയൻസ് സ്ഥിരമായിട്ട് തന്നെ പോയി കാണും. അല്ലാത്ത ആൾക്കാർക്ക് എന്താ പറയുക, നമ്മുടെ ഒരു ഓഡിയൻസിന് ഒരു ഈ പറയുന്ന സ്റ്റാറിനോടുള്ളൊരു കമ്പം കുറച്ച് കൂടുതലാണ്. പക്ഷേ ഈയിടെ ആയിട്ട് അത് കുറഞ്ഞു വരുന്നുണ്ട്. ടേക്ക് ഓഫ് എന്ന് പറഞ്ഞ സിനിമയാണെങ്കിലും നന്നായിട്ട് ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് സിനിമയാണ്, പക്ഷെ അത് നന്നായിട്ട് പോകുന്നുണ്ടായിരുന്നു. പിന്നെ അതിനു മുമ്പ് ഈ അടുത്ത് കുറേ സിനിമകൾ നന്നായിട്ട് തന്നെ വർക്കൗട്ട് ചെയ്തു, സ്റ്റാർ കാസ്റ്റ് ഇല്ലാതെ തന്നെ. ഇപ്പോൾ ഗോദയിൽ പോലും ആൾക്കാർ നന്നായിട്ട് തിയേറ്ററിൽ വരുന്നുണ്ട്. അത് ഇപ്പോൾ ടൊവിനോനെ കാണാൻ വേണ്ടി മാത്രമല്ല, ടൊവിനോ ഒരു ഫാക്ടറാണ് ഒബ്വിയസ്ലി, പക്ഷേ ആൾക്കാർക്ക് സിനിമ നല്ലതാണ് എന്ന് കേട്ടറിഞ്ഞിട്ടാണ് ആൾക്കാർ വരുന്നത്. വേർഡ് ഓഫ് മൗത്ത് എന്ന് പറയുന്നത് നന്നായിട്ട് തന്നെ വർക്കൗട്ട് ആവുന്നുണ്ട്. അതിഥി നമ്മൾ വിചാരിക്കുന്ന പോലൊരു പെൺകുട്ടിയേ അല്ല. നീ വിചാരിച്ച പോലത്തെ ആയിരിക്കില്ല, പക്ഷെ ഞാൻ വിചാരിച്ച പോലത്തെയാണ്. का नाम बदनाम करने को निकली है बेशरम. ഞാൻ പറഞ്ഞല്ലേ റൊട്ടി നിന്ന് ആൾക്കാരാണ് അടിച്ചു റൊട്ടിയാക്കുന്ന ഞാൻ പറഞ്ഞല്ലേ. വേറെ വഴിയില്ല. ഇപ്പോൾ സിനിമയുടെ പ്രശ്നം പലപ്പോഴും ചില അനാവശ്യ വിവാദങ്ങളായിരിക്കാം, ചിലപ്പോൾ റിലീസിനെ സംബന്ധിച്ചായിരിക്കും, ചിലപ്പോൾ തിയേറ്ററുകൾ സംബന്ധിച്ചായിരിക്കും, അങ്ങനെ കുറേ സംഭവങ്ങൾ വരുന്നുണ്ട്. പക്ഷേ അതിന് നിങ്ങൾ സിനിമക്കാർ ഒന്നിച്ച് നിൽക്കുന്നുണ്ട്, സിനിമകൾ പരസ്പരം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, പരസ്പരം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ ചോദ്യം അതല്ല. പലപ്പോഴും ഓഡിയൻസിൻ്റെ ഭാഗത്തു നിന്ന് സിനിമയിലുള്ളവർ ചിന്തിക്കാറില്ല, ഒരു തിയേറ്ററിൽ പോയി സിനിമ കാണാനാണ് ഉണ്ടാകുന്ന ചിലവ്, ടിക്കറ്റ് മാറ്റി നിർത്തിക്കോട്ടെ. ഇപ്പോൾ ഒരു നേരത്തെ പറഞ്ഞ പോലെ മൾട്ടിപ്ലക്സിൽ പോയി സിനിമ കാണുകയാണെങ്കിൽ ഒരു കുപ്പി വെള്ളം മേടിക്കും 20 രൂപയുടെ വെള്ളത്തിന് അവിടെ 50 രൂപയാണ് വാങ്ങുന്നത്. അതായത് ഡബിൾ ദ കോസ്റ്റ്, ട്രിപ്പിൾ ദ കോസ്റ്റാണ് പല സാധനത്തിന് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടല്ലേ ആൾക്കാർ പലപ്പോഴും ടൊറൻറ്റിലേക്ക് പോകുന്നത്. ഒരുപക്ഷെ ആയിരിക്കാം, ഈ പറയുന്ന കോസ്റ്റും ഒരു ഫാക്ടറാണ്. പിന്നെ നമുക്ക് ഈ പറയുന്ന ഒരു മാസം ഒരു സിനിമ എന്നൊക്കെ ആൾക്കാർക്ക് ചില ഫാമിലീസിനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ വീണ്ടും ബാഹുബലി പറയാണ്. ബാഹുബലി എന്ന് പറയുന്ന ഒരു സിനിമ കാണാത്ത ആരും ഉണ്ടാവില്ല, മലയാളി കണ്ടില്ലെങ്കിൽ അതൊരു മോശമാണെന്നുള്ള രീതിയിൽ. അപ്പോൾ ബാഹുബലി പോലുള്ളൊരു സിനിമ ഇറങ്ങി കഴിയുമ്പോൾ ഒരു മാസം ഒരു സിനിമ എന്നൊക്കെ പറയുന്ന ബജറ്റിൽ ഒരു 5-6 പേരുള്ള ഫാമിലി, അച്ഛൻ, അമ്മ, ചേച്ചി, ചേട്ടൻ, അമ്മൂമ്മ എന്നൊക്കെ പറയുന്ന ഒരു ഫാമിലിയിൽ ഒരു ഗ്രഹനാഥന് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് ചിലപ്പോൾ ഒരു 1000-1500 രൂപയാണ്. അതൊരു മാസം ചിലവായി കഴിഞ്ഞാൽ പിന്നെ ഒരു സിനിമ കൂടെ എന്നുള്ളത് നമുക്ക് അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അതല്ല ഇപ്പം ഞാൻ പറയുന്നത്, ഇപ്പം നിലവിലുള്ള ഒരു സംവിധാനം, നിലവിലുള്ള ഒരു പ്രൈസുള്ള സാധനം ഒരു ഇരട്ടി വിലയ്ക്ക് ഒരു എക്സിബിറ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ വിൽക്കുമ്പോൾ അത് ഒരുപക്ഷെ ബാധിക്കുന്നത് നിങ്ങളെ തന്നെ, സിനിമാക്കാരെ തന്നെയാണ്. അത് പക്ഷേ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അഡ്രസ്സ് ചെയ്യാൻ ആരും ഇതുവരെ തയ്യാറായിട്ടില്ല. ഞാനിപ്പോൾ ബേസിലിനടുത്ത് അതിൻ്റെ അതോറിറ്റേറ്റീവായിട്ട് വരില്ല, കാരണം നിങ്ങളെക്കാട്ടും മുകളിലുള്ള ആൾക്കാരുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഒരു ന്യൂ കമർ നിലയിൽ അങ്ങനെ ഒരു ക്രൈസ് എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെ, തീർച്ചയായിട്ടും. അത് ഈ പറയുന്ന പോലെ മൾട്ടിപ്ലക്സ് രീതിയിലേക്ക് വരുമ്പോൾ അവിടുത്തെ തിയേറ്ററുകളിൽ നമുക്ക് ഒരിക്കലും അന്നേരം ഇപ്പം നമുക്കത് അധികം ആലോചിക്കേണ്ട വന്നിട്ടില്ല. ദൈവം സഹായിച്ച് അതിനുള്ള പൈസയുണ്ട്. അതെ അതെ. അപ്പം അത് പക്ഷെ നമ്മളത് പിന്നെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ പോയിരുന്ന് ആലോചിക്കുമ്പോൾ ഒരു കോക്കിന് ഞാൻ കൊടുത്തു 150 രൂപ. അതെ 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 അതെ, അതാണ്. ആ ഒരു ആവേശത്തിന് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളത് കൊടുക്കും. പോപ്കോൺ ഓക്കെ, കോംബോ ഉണ്ട് 230 രൂപയ്ക്ക് കോക്കും പോപ്കോൺ. അവർ ഓൾറെഡി നന്നായിട്ട് അത് ഭയങ്കര ബ്ലോട്ട് ചെയ്ത് എക്സാജറേറ്റ് ചെയ്ത അവിടുത്തെ പ്രൈസിങ് ഒക്കെ ഉള്ളത്. അതിലെന്തോ ഒരു 50 രൂപ കുറവ് കാണുമ്പോൾ നമുക്ക് പോകും ലാഭമുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ആവേശത്തിന് വാങ്ങും. പക്ഷെ പിന്നെ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മളൊരു പോപ്കോൺ കൊടുത്ത് 200-250 രൂപയായിരുന്നു, നമുക്ക് ഒരു 30 രൂപയ്ക്ക് കിട്ടും, കടയിൽ പോയാൽ കിട്ടും. അതിനാണ് നമ്മളവിടെ 150 രൂപ കൊടുത്തത്. അപ്പം അത് ശരിക്കും സാധാരണക്കാരായ ആൾക്കാർക്ക് അത് ഭയങ്കര അഫക്റ്റ് ചെയ്യുന്നു. അവരിപ്പോൾ കോക്ക് വേണമെങ്കിൽ അവർക്ക് കോക്ക് കുടിക്കാതിരിക്കാം, എന്തുകൊണ്ട് അവർക്ക് കോക്ക് കുടിക്കാതിരുന്നുകൂടാ എന്നൊക്കെ ചോദിക്കാം. പക്ഷെ പുറത്തുനിന്നുള്ള സാധനങ്ങൾ ആൾക്കാർ ഇപ്പോൾ ഒരു വെള്ളം കുടിക്കാൻ തോന്നണമെങ്കിലും ഈ പറഞ്ഞ പ്രശ്നം വരും. സാധാരണ ഒരു വെള്ളക്കുപ്പിക്കും 40-50 രൂപ കൊടുക്കേണ്ടി വരും, ചെറിയ കുപ്പിക്ക് വെള്ളം കൊടുക്കുന്നത്. ആരോ നെഞ്ചിൽ മഞ്ഞായി പെയ്യുന്ന നേരം താനേ വിണ്ണിൽ മിന്നാനൊരുങ്ങുന്നു താരം. ഒരു തൂവൽ തെന്നലുമെല്ലേ മനമാകെ വന്നൊഴിയുമ്പോൾ അറിയാതെ കണ്ണുകളെന്തേ തേടി പെൺമ